അതിലും നല്ലത് ആ കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കുന്നതല്ലേ. ഇവിടെ ദേവു മാത്രമേ ചിന്തിച്ചുള്ളൂ. ദേവുവിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് എന്റേതാണെന്ന പൂർണ്ണ ബോധ്യമുണ്ട് എനിക്ക്. ഒരാൾ കയറി വന്ന് കുറെ ഫോട്ടോസ് കാണിച്ചാൽ അവളെ സംശയിക്കാൻ മാത്രം അത്ര മണ്ടനൊന്നുമല്ല ഞാൻ. സൂര്യൻ പറയുന്നത് ശരി തന്നെയാ. എന്നാലും അവളോട് ആ ഭദ്രൻ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോ അവളുടെ ഉള്ളിലും ഒരു സംശയം. സ്വന്തം ഭർത്താവിനെ ദ്രോഹിക്കുകയാണോ താനെന്ന് ഒരു തോന്നൽ. അതുകൊണ്ടാ അവള് അങ്ങനൊരു സാഹസത്തിന് മുതിർന്നത്. ഇപ്പോ അവളുടെ സംശയങ്ങളൊക്കെ മാറാൻ ഒറ്റ വഴിയേ ഞാൻ കാണുന്നുള്ളൂ. DNA ടെസ്റ്റ്. അതില് തെളിയുമല്ലോ കുഞ്ഞ് സൂര്യന്റെ തന്നെയാണെന്ന്. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഞാനാണെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അതിന് ഒരു DNA ടെസ്റ്റിന്റെ ആവശ്യമില്ല. ഇത് ദേവുവിന്റെ സംശയങ്ങൾ മാറാൻ വേണ്ടിയാ സൂര്യ. അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ ഇന്നും താനൊരു തെറ്റുകാരിയാണെന്ന് തോന്നലായിരിക്കും. DNA ടെസ്റ്റിൽ സൂര്യന്റെ കുഞ്ഞാണെന്ന് തെളിഞ്ഞ അവളുടെ എല്ലാ സംശയങ്ങളും മാറി അവളെ നമുക്ക് പഴയ ദേവുമായി തിരിച്ചു കിട്ടും. അല്ലെങ്കിൽ സങ്കടത്തോടെ കഴിയുന്ന ദേവുവിനെ ആയിരിക്കും ജീവിത അവസാനം വരെ നമുക്ക് കാണേണ്ടി വരിക. സാറേ, സാറിൻ്റെയും ദേവി കുഞ്ഞിൻ്റെയും ജീവിതം എന്നും സന്തോഷത്തോടെ കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുക. കാർത്തിക പറഞ്ഞതുപോലെ ആ ടെസ്റ്റ് ചെയ്യാൻ സാറ് സമ്മതിക്കും സാറേ. അവളുടെ സംശയങ്ങൾ മാറാൻ അങ്ങനെ ഒരു ടെസ്റ്റ് കൊണ്ട് കഴിയുമെങ്കിൽ ഞാനതിനെതിരെ നിൽക്കുന്നില്ല. ശരി, ഞാനെന്നാ ഇപ്പൊ തന്നെ അവളെ കണ്ട് വിവരം പറയാം. പറ്റുമെങ്കിൽ അവളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുകയും ചെയ്യാം. അന്ന് ഗർഭാലസിപ്പിക്കാൻ കഴിച്ച ഗുളികകൾ കൊണ്ട് കുഞ്ഞിനെന്തെങ്കിലും കുഴപ്പം പറ്റുമെന്ന് അറിയണം. അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിപ്പോ തന്നെ ക്ലിയർ ചെയ്യണം. ശരി, കാർത്തികയുടെ ഇഷ്ടം പോലെ തന്നെ ചെയ്യാം. മോള് പോകാനെല്ലാം റെഡിയാക്കിയോ? ഐശ്വര്യമായിട്ട് ഈ പ്രസാദം അങ്ങ് നെറ്റിലോട്ടിട്ടെ. മോളുടെ പേരിലേ ശിവൻകോവിൽ കഴിപ്പിച്ചതാ. കഴിഞ്ഞ സംഭവങ്ങളൊക്കെ ഒരു സ്വപ്നമാണെന്ന് കരുതിയാൽ മതി മോളെ. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നോക്കിക്കോ. ഇത്രയും ദിവസം മോള് സങ്കടപ്പെട്ടതിൻ്റെയും കരഞ്ഞതിൻ്റെയൊക്കെ വിഷമം തമ്പുരാൻ മഠത്തിലേക്ക് കയറി ചെല്ലുമ്പം മാറിക്കോളും. മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നവരെ വെറുക്കാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് അതൊക്കെ ഉണ്ടാവുന്നതേ കുറച്ചു നാള് തമ്മിൽ കാണാതിരിക്കുമ്പോഴാ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഭാര്യയും ഭർത്താവും കൂടെ തമ്മിൽ വഴക്കുണ്ടാക്കുന്നതേ പരസ്പരം ഒത്തിരി സ്നേഹിക്കാൻ വേണ്ടി ദൈവങ്ങൾ ചെയ്യിക്കുന്നതാ. അല്ലെങ്കിൽ കാണുന്നവര് കണ്ണു വെക്കില്ലേ? എന്റെ ജീവിതത്തിലുണ്ടായതൊക്കെ ചെറിയ വഴക്കുകളൊന്നും ആയിരുന്നില്ലല്ലോ ചേച്ചി. അതൊക്കെ ഓർക്കുമ്പോഴേ എനിക്കിവിടെ നിന്ന് എങ്ങോട്ടും പോകാൻ തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ മോളെ, നടന്നതിനെ പറ്റിയൊക്കെ ഇങ്ങനെ ഓർത്ത് വെറുതെ വിഷമിക്കരുതെന്ന്. അതെല്ലാം കഴിഞ്ഞു. സൂര്യൻ പോലും അതൊക്കെ മറന്നില്ലേ? അതുകൊണ്ടല്ലേ ദേവമോള് തമ്പുരാൻ മഠത്തിലേക്ക് വരാൻ വേണ്ടി സൂര്യൻ ആഗ്രഹിക്കുന്നത്. ഇനി അവിടെ ചെല്ലുമ്പോ മോള് പഴയതൊക്കെ മനസ്സിൽ വെച്ച് സൂര്യനോട് പെരുമാറരുത് കേട്ടോ. ഇനി ഒരിക്കലും നിങ്ങൾ തമ്മിൽ അകന്നു കഴിയേണ്ട ഒരു അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാവരുത്. അന്ന് മോളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതൊക്കെ ഓർത്ത് സൂര്യന് നല്ല വിഷമം ഉണ്ടാവും. മോളുടെ വയറ്റി വളരുന്നത് സൂര്യന്റെ ചോരയല്ലേ? അതിനോട് ഒരല്പമെങ്കിലും സ്നേഹം കാണിക്കാതിരിക്കുമോ സൂര്യൻ?
അതിന്റെ കളിയും ചിരിയും ഒക്കെ കാണാൻ സൂര്യൻ ആഗ്രഹിക്കുന്നുണ്ടാവും. മോള് പ്രസവിക്കാൻ പോകുന്ന കുഞ്ഞെന്ന് പറയുന്നതേ തമ്പുരാമഠത്തിലെ അനന്തരാവകാശിയാ. നല്ലൊരു കുഞ്ഞിനെ തന്നെ സൂര്യന്റെ കയ്യിലോട്ടങ്ങ് വെച്ചു കൊടുക്കണം. അപ്പോ സ്നേഹത്തിന്റെ ആഴം കൂടും. മോളെ സങ്കടപ്പെടുത്തിയതൊക്കെ ഓർത്ത് സൂര്യന്റെ മനസ്സ് അന്ന് പശ്ചാത്തപിക്കും. ആ മോളെ, ഞാനും കൂടെ വരാം. ഇങ്ങിതാ, ഗർഭിണിയായ പെണ്ണിനെ തനിച്ച് പറഞ്ഞയക്കുന്നത് ശരിയല്ല. ആ മോള് ഭാഗ്യമിതാ. അതൊന്നും വേണ്ട ചേച്ചി, ഞാൻ പോയിക്കോളാം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ കാർത്തിക മോളോട് വരാൻ പറയട്ടെ? വേണ്ട, ഞാൻ ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചു പോയിക്കോളാം. ഞാൻ പോയിട്ട് വരാം ചേച്ചി. കാർത്തിക മോളെ ഏതായാലും നല്ല സമയത്ത് തന്നെയാ വന്നിരിക്കുന്നത്. ദാ ദേവമോള് തമ്പുരാമഠത്തിലേക്ക് വരാൻ വേണ്ടി ഇറങ്ങുമായിരുന്നു. ഇനിയിപ്പോ രണ്ടുപേർ കൂടെ ഒരുമിച്ചൊക്കെ പോവാല്ലോ. എന്താ കാർത്തിക, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ കാര്യം എന്താന്ന് വെച്ചാ പറ. എനിക്കത് എങ്ങനെ നിന്നോട് പറയണമെന്നറിയില്ല. പറഞ്ഞാ നീ അത് ഏതർത്ഥത്തിൽ എടുക്കുമെന്നും അറിയില്ല. എന്താന്ന് വെച്ചാ പറഞ്ഞോ. സൂര്യൻ എന്താ സംഭവിച്ചെന്ന് എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടുന്നില്ല. നിമിഷ നേരം കൊണ്ട് ആളുകൾക്ക് ഇങ്ങനെയൊക്കെ മാറാൻ പറ്റൂ? നീ വെറുതെ എന്നെ ടെൻഷൻ അടുപ്പിക്കാതെ എന്താ ഉണ്ടായെന്നൊന്ന് പറ. സൂര്യൻ നിന്നെ തമ്പുരാൻ മഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിന് മുൻപ് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. എവിടേക്കാ മോളെ? അത് ചേച്ചി, ഹോസ്പിറ്റലിലേക്കാ. അതിന് എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെന്തിനാ സൂര്യൻ അങ്ങനെ പറഞ്ഞ? അത് നമ്മള് അന്ന് ദേവമോക്ക് സുഖമില്ലാന്ന് കാർത്തിക മോളെ സൂര്യനോട് പറഞ്ഞില്ലേ? പാവം, അവൻ പേടിച്ചു പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മോളെ കാണിക്കാന്ന് വിചാരിച്ചത്. ആ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതല്ലേ മോളെ? മോള് ഹോസ്പിറ്റലിൽ പോയിട്ട് തമ്പുരാമഠത്തിലോട്ട് പോയാ മതി. എന്താ? ചെക്കപ്പിന് തന്നെയാ, പക്ഷെ ചേച്ചി ഉദ്ദേശിക്കുന്ന ചെക്കപ്പിനല്ല. പിന്നെ ഞാൻ പറയുന്നത് കൊണ്ട് ദേവുവിനൊന്നും തോന്നരുത്. ദേവുവിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ കാര്യത്തില് സൂര്യന് സംശയമുണ്ട് പോലും. അയ്യോ, അത് തന്റെ കുഞ്ഞാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം തമ്പുരാൻ മഠത്തിലേക്ക് കയറിയാൽ മതിയെന്നാ സൂര്യൻ പറയുന്നത്. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ തമ്പുരാൻ മഠത്തിൽ സൂര്യനാരായണനാണെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അത് തെളിയിക്കാൻ വേണ്ടി എനിക്കൊരു ചെക്കപ്പിന്റെ ആവശ്യമില്ല. സൂര്യേട്ടന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയും വെച്ചുകൊണ്ടായിരുന്നല്ലേ എന്നെ തമ്പുരാൻ മഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വരാനായി അന്ന് കാർത്തികയെ പറഞ്ഞു വിട്ടത്? അന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞത് സ്നേഹത്തോടെ തന്നെയായിരുന്നു. പിന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു മനമാറ്റത്തിന് കാരണമെന്നാ മനസ്സിലാവാത്തത്. സൂര്യേട്ടന്റെ മനസ്സിൽ ഇങ്ങനൊരു വൃത്തികെട്ട ചിന്തയും വെച്ച് അങ്ങോട്ട് ഞാൻ കയറി വരാത്തത് എന്തുകൊണ്ട് നന്നായി. ഇനി ഞാൻ ഇല്ല കാർത്തികേ, ഒരിക്കലും ഞാൻ അവിടേക്ക് വരില്ല. പിന്നെ എന്ത് ചെയ്യാനാ നിന്റെ തീരുമാനം? ഞാൻ എന്റെ കുഞ്ഞിനെ പ്രസവിക്കും. എന്നിട്ട് പിച്ച എടുത്തിട്ടായാലും ഞാൻ അതിനെ വളർത്തും. ഒരിക്കലും ഞാൻ സൂര്യേട്ടന്റെ അരികിലേക്ക് ഒരു ആവശ്യത്തിനായും ചെല്ലില്ല. സ്വന്തം കുഞ്ഞിന്റെ പിതൃത്വത്തിൽ സംശയമുള്ള ഭർത്താവിനോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ നല്ലതേ അങ്ങനെ ഒരു ഭർത്താവ് ഇല്ല എന്ന് കരുതി അങ്ങ് ജീവിക്കുന്നയാ. ഞാൻ സൂര്യനോട് ഒന്നുകൂടി ഒന്ന് സംസാരിച്ചു. വേണ്ട, അതിന്റെ ഒരു ആവശ്യമില്ല. സ്വന്തം ഭാര്യ പറയുന്നതിനേക്കാളും ഡോക്ടർമാര് പറയുന്നതാണ് വിശ്വാസത്തിൽ എടുക്കുന്നതെങ്കിൽ
അവിടെ ആരെന്ത് പറഞ്ഞിട്ടും ഒരു പ്രസക്തിയുമില്ല. എന്തായാലും കാർത്തിക ഇപ്പൊ ഇങ്ങോട്ട് വന്നത് നന്നായി. സ്വന്തം ഭർത്താവിന്റെ നാവിന്ന് നേരിട്ട് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നാലേ അതൊരു പെണ്ണിന് മരണത്തെക്കാളും ഭീകരമായിരിക്കും. സൂര്യ സാറേ, ദേവു എന്ന പേര് പോലും ഇനി ഈ വീട്ടിൽ കേട്ടു പോകരുത്. കഴിഞ്ഞുവല്ല. സാറേ, അവളുടെ സ്നേഹമൊക്കെ വെറും അഭിനയമായിരുന്നു രാമേട്ട. അവൾക്ക് എന്നോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഞാൻ പറയുന്നതൊക്കെ കേട്ട് ഇവിടേക്ക് തിരിച്ചു വരില്ലായിരുന്നോ? ഇതിപ്പോ അവൾ എന്നെ തോൽപ്പിക്കാനുള്ള തയ്യാറെടുപ്പില്ല. ആയിക്കോട്ടെ, എവിടം വരെ പോകുന്ന നമുക്ക് നോക്കാലോ. എനിക്കറിയില്ല ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു തരാം. അവളാ കുഞ്ഞിനെ കളഞ്ഞേ പറ്റൂ എന്ന ഒറ്റ വാശി തന്നെ നിക്കോ രാമേട്ടാ. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും അവൾ അതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. സൂര്യന് നിന്നോട് ഒരു ദേഷ്യവുമില്ല. നീയായിട്ട് പ്രശ്നങ്ങൾ ഊതിപ്പെരിപ്പിച്ച് കാര്യങ്ങൾ വഷളാക്കരുതെന്ന് പറഞ്ഞിട്ടും അവൾ അവളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കാം. ആ കുഞ്ഞിനെയും കൊണ്ട് ഒരിക്കലും തമ്പുരാൻ മഠത്തിലേക്ക് അവള് കാലെടുത്ത് വെക്കില്ലെന്ന് പറയുന്നത്. സൂര്യനല്ല, ആര് പറഞ്ഞിട്ടും ഇനി അവളുടെ മനസ്സ് മാറ്റാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അവളുടെ കാല് പിടിച്ചു പറഞ്ഞു, നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ കാര്യത്തിൽ സൂര്യന് സംശയമൊന്നുമില്ലെന്നും കുഞ്ഞ് പിറക്കുമ്പോ ഒരു DNA ടെസ്റ്റ് എടുക്കുന്നതോടെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നും ഒക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ അവള് ഞാൻ പറയുന്നതൊക്കെ കേൾക്കാൻ തയ്യാറാവണ്ടേ? എന്നോട് പോലും അവള് ദേഷ്യത്തിലാ സംസാരിക്കുന്നേ സൂര്യ. ഈ കാര്യം പറഞ്ഞുകൊണ്ട് ആരും അവളെ കാണാനായി ചെല്ലരുതെന്നും പറഞ്ഞ് എന്നോട് ഒരുപാട് ചൂടായി. ഒരു വിധത്തിലാണ് ഞാൻ അവളെ ചെക്കപ്പിന് കൂട്ടിക്കൊണ്ടു പോയത്. അവിടെ ചെന്നപ്പോ ഇതുവരെ കാണാത്തൊരു ദേവുനെ ഞാൻ കണ്ടത്. കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയാതെ പുറത്തേക്ക് വരില്ല എന്ന ഒറ്റ വാശിയിലായിരുന്നു അവള്. ഞാനും ഡോക്ടറും അവളെ എത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായി ശ്രമിച്ചിട്ടും അവൾ അതൊന്നും ചെവികൊള്ളാനേ തയ്യാറായില്ല. ആര് പറഞ്ഞാലും ഞാൻ കുഞ്ഞിനെ കളയുമെന്ന് പറഞ്ഞിട്ടാ അവള് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോയത്. എന്നെ അനുസരിക്കാത്ത ഭാര്യ ഇനി എന്റെ ജീവിതത്തിൽ വേണ്ട. അവൾ അവളുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ. ഭഗവാനെ, ദേവി കുഞ്ഞിന് എന്താ സംഭവിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ആയുസ്സും ആരോഗ്യവുമുള്ള അനന്തരാവകാശിയെ ഈ തമ്പുരാൻ മഠത്തിന്റെ പടിക്കൽ വച്ചതിനു ശേഷം അതിനുശേഷം മാത്രമേ ഇനി ഞാൻ സൂര്യേട്ടന്റെ മുഖത്ത് നോക്കൂ. അതുവരെ തമ്പുരാൻ മഠത്തിന്റെ വാതിൽ നിനക്ക് മുന്നിൽ അടഞ്ഞു തന്നെ കിടക്കും. സൂര്യനാരായണന്റെ ഹൃദയവും.
പൂവെല്ലാം കെട്ടിട്ടുണ്ട് ചേച്ചി. മോൾ എന്തിനാ ഇതൊക്കെ ചെയ്തത്? എനിക്ക് തനിച്ചായതുപോലെ തോന്നി തുടങ്ങി ചേച്ചി. പക്ഷെ ഒരിക്കലും എൻ്റെ കുഞ്ഞ് ആ ഒരു രീതിയിൽ വളരാൻ പാടില്ല. അതിനെ എനിക്ക് നന്നായിട്ട് വളർത്തണം. അതെൻ്റെ ഒരു വാശിയാണ്. സൂര്യന്റെ സാമീപ്യം ഇല്ലാതെ ദേവുവിന് ജീവിതമില്ലെന്ന് നിശ്ചയിച്ചുറപ്പിച്ചവളാ ഞാൻ. പക്ഷെ ഇപ്പൊ ഞാൻ ആ തീരുമാനം മാറ്റുക. മോളെ, ദേവു, എന്റെ മകളെവിടെ? അഗ്നിസാക്ഷിയായി താലി കെട്ടി നിന്റെ കൈ പിടിച്ചേൽപ്പിച്ച എന്റെ മോൾ എവിടെയെന്നാ ചോദിച്ചത്. അത് വന്ന് ചോദിക്കേണ്ടത് ഇവിടെയല്ല. ഹിൽ സ്റ്റേഷനടുത്തുള്ള കാട്ടിൽ മുത്തുലക്ഷ്മി എന്ന് പേരുള്ള ഒരു സ്ത്രീയുടെ വീടുണ്ടല്ലോ, അവിടെ ചെന്ന് അന്വേഷിക്കുക. ഉണ്ടാവാൻ സാധ്യതയുണ്ടാവും. സൂര്യ, അവളെ ഞാൻ കെട്ടിച്ചയച്ചത് കാട്ടിലേക്കല്ല, ഇവിടെ ഈ തമ്പുരാൻ മഠത്തിലേക്ക്. ആ ഓർമ്മ അവൾക്കുണ്ടായിരുന്നെങ്കിൽ തമ്പുരാൻ മഠത്തിൽ സൂര്യനാരായണന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ശ്രമിക്കില്ലായിരുന്നു. പിറവിയെടുക്കും മുമ്പ് ഈ ഭൂമിയുടെ വെട്ടം കാണാതെ ഗർഭപാത്രത്തിലെ തല്ലിക്കെടുത്താൻ നോക്കില്ലായിരുന്നു. എന്താ എന്താ നീ പറഞ്ഞത്? എന്താ സൂര്യ, എന്തായി പറയുന്നതൊക്കെ? ഒരു അമ്മയുടെ മുഖത്ത് നോക്കിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. നമുക്കെന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായതാവും. എല്ലാം ഒന്നുകൂടി അന്വേഷിച്ചിട്ട് പരസ്പരം സംസാരിച്ചിട്ട് പോരെ ഇങ്ങനെ അറുത്ത മുറിച്ച വാക്കുകളൊക്കെ പറയാൻ. അതിന് അവൾക്ക് എന്നെ കാണണ്ടല്ലോ. എല്ലാ നെല്ലും പതിരും തിരിച്ചു കഴിഞ്ഞു. ഇനി ആ വക്കാലത്തും എടുത്ത് ആരും തമ്പുരാൻ മഠത്തിന്റെ പഴി കയറണ്ട. അതിനു മാത്രം എന്ത് തെറ്റാ എന്റെ കുഞ്ഞ് ചെയ്തെന്ന് കൂടി പറഞ്ഞു താന്നീ എനിക്ക്. ഇതിനു മുമ്പ് നീ എന്റെ മോളെ അടിച്ചിറക്കിയിട്ടുണ്ട്. അന്നൊന്നും ചോദിക്കാനും പറയാനൊന്നും വന്നിട്ടില്ല ഞങ്ങള്. എന്നെങ്കിൽ ഇതിനൊരു അവസാനം ഉണ്ടാവുമെന്നും നിങ്ങൾ രണ്ടാളും സമാധാനത്തോടെ ജീവിക്കുമെന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷേ ഇപ്പൊ അതും തീർന്നു. ഇനി ഇത് താങ്ങാൻ ഞങ്ങളെ കൊണ്ട് വയ്യ. പ്രായമായി വരിക എനിക്ക് ഹരിയേട്ടനും. നിങ്ങളുടെ ഈ കുട്ടിക്കളിക്ക് കൂട്ടുനിന്ന് തീ ഉരുകി ഉരുകി ആയുസൊടുങ്ങി തീരാൻ ഞങ്ങൾക്ക് വയ്യ.
എന്റെ കുഞ്ഞിനെ ഇവിടുന്ന് ഇറക്കി വിട്ടതിന് മതിയായ കാരണം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ നാട് മുഴുവൻ ഉണ്ടാവും തമ്പുരാൻ മഠത്തിന് മുന്നിൽ. സമാധാനം പറയേണ്ടി വരും നീ. പറയിക്കും നിന്നെ കൊണ്ട്. വിളിച്ചു വരുത്ത് ഈ തമ്പുരാൻ മഠത്തിന്റെ മുമ്പിലേക്ക്. ഞാൻ പറഞ്ഞു കൊടുക്കാം അവളുടെ സദ്ഗുണങ്ങൾ. അയ്യോ സൂര്യ, വേണ്ട. നീ മിണ്ടരുത്. സൂര്യനാരായണനെ കൊണ്ട് സമാധാനം പറയിപ്പിക്കാൻ വന്നവരല്ലേ ഇവര്. ആദ്യം പെറ്റ തള്ളേനെ കേൾക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം നാട്ടുകാർക്ക് മുന്നിൽ വിളമ്പണോ വേണ്ടയോന്ന്. സൂര്യ, കാർത്തിക തടയണ്ട. ഭർത്താവിനെ ദൈവതുല്യം ഭജിച്ച് നടക്കുന്ന എന്റെ ദേവുവിനെ കുറിച്ച് അവന് പറയാനുള്ളത് എന്താന്ന് വെച്ചാ എനിക്ക് കൂടി കേൾക്കണം. ശരി, എന്നാ കേട്ടോ. മറ്റൊരുത്തിന്റെ ഒപ്പം ഇടക്ക പങ്കുവച്ച പെണ്ണിനെ ഒരു പുരുഷനും സ്വീകരിക്കില്ല. ഞാൻ അതും സഹിച്ചു, ക്ഷമിച്ചു. ഞാൻ അവൾക്ക് ബോധമില്ലാത്ത സമയത്തൊരു വൃത്തികെട്ടവൻ നടത്തിയ കയ്യേറ്റമാണെന്ന് സമാധാനിച്ചു. ഒരു പാമ്പ് വന്ന് കൊത്തി വിഷമിറക്കിയെന്ന് ഞാൻ കരുതിയുള്ളൂ. ആരാ എന്റെ കുഞ്ഞിനെ? നിങ്ങൾ മകനായി ഒരുത്തനെ സ്വീകരിച്ച് തലയിൽ കയറ്റി വെച്ചിട്ടില്ലേ, ഭദ്രൻ.